ഇനി നമുക്ക് അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇനി അവർക്ക് രണ്ടുപേർക്കും നമ്മൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നിങ്ങളുടെ ടൈമാണ്. അപ്പൊ ആസ് യു ആൾ നോ ഇവരുടെ സ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അസ്വി ചേച്ചിയാണോ ആദ്യം സംസാരിക്കുന്നത്? ആരാദ്യം വിഷസ്? ഓക്കെ, അപ്പൊ അസ്വി ചേച്ചി വെച്ച് നമുക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. അസ്വി ചേച്ചി എങ്ങനെ സംസാരിക്കാൻ പോകുന്ന സ്റ്റേജിലേക്ക് വരാം. എല്ലാരും സെറ്റാക്കി വെക്കുക. എല്ലാരും സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കേണ്ടതാണ്. അപ്പൊ റൈറ്റ് നൗ ലെറ്റ് മി ഹാൻഡ് ഓവർ ദിസ് മൈക്ക് ടു അസ്വി മലയാളം ബോക്സ്. കൈയ്യടി എവിടെ? നിങ്ങൾ കൈയ്യടിക്ക് പ്ലീസ്. എന്താണ് പറയണ്ടത്? ചേച്ചിക്ക് ഇഷ്ടമുള്ള പറയാം. തെറി ഒഴിച്ചുണ്ട്. ഞാൻ 3 വർഷം മുമ്പാണ് ഗംഗ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? അതെ അതെ അതെ. പക്ഷെ അതിന്ന് ഇവിടെ വരെയുള്ള വളർച്ച കാണുമ്പോ തന്നെ നമുക്ക് അറിയാം എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണ്. അതിനെക്കാട്ടിലും ഉപരി ഭയങ്കര ഡിറ്റർമിനേഷൻ ഉള്ള ആളാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിക്കില്ലേ അവൾക്കൊരു ബെറ്റർ ലൈഫ് വേണം, അവളത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അങ്ങനെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് ഇനിയും നല്ല നല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പൈസയാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ചുറ്റിനും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവാന്ന് പറയുന്നത് തനിയെ ഉണ്ടാവണം. അപ്പൊ അവൾക്ക് അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ അപ്പു രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. എനിക്ക് ഇങ്ങനെ വാക്കുകളിൽ പറയാൻ അറിയില്ല, പക്ഷെ ജെനുവൻലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇതാണ് സംസാരിക്കാറുണ്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? ഈ സൈഡ് വേണോ ഈ സൈഡ് വേണോ? അടുത്തത് ഒരാൾ ഈ സൈഡിൽ വരുമ്പോ ഒരാളെ സൈഡിൽ നിന്നായാലോ? ഓക്കെ. മീനാക്ഷി മോതിരമൊക്കെ കൊടുത്തപ്പോ ഇവിടെ എന്തായിരുന്നല്ലേ, കരഞ്ഞു വിളിച്ച് മെഴുകി. വരും മീനാക്ഷി, വരും. ഇല്ല, ഞാൻ അങ്ങോട്ട് വരണം, മീനാക്ഷി ഇങ്ങോട്ട് വരുന്നോ? അപ്പൊ ഇവിടെ കഴിയുമ്പോ അടുത്ത ആ സൈഡിൽ ഒരാൾ റെഡിയാവും കേട്ടോ. അപ്പൊ ഇപ്പൊ മീനാക്ഷിയാണ്. ടെൻഷൻ അടിക്കണ്ട. മീനാക്ഷി കഴിഞ്ഞ 3-4 ദിവസമായി കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയ സ്പീച്ചാണ്, ഉറങ്ങാതിരുന്നുണ്ടാക്കിയത്. ടെൻഷൻ അടിക്കണ്ട. അയ്യോ അമ്മ, അയ്യോ അമ്മ, എന്തോ പറയാ. പക്ഷെ ഭയങ്കര കുറച്ചൊന്നും ടെൻഷൻ ആയി പോയി. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഞങ്ങള് ഒരു 10-13 വർഷമായിട്ട് എനിക്ക് ഗംഗേനെ അറിയാം. അപ്പൊ തൊട്ട് ഞങ്ങൾ നല്ല നല്ല ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. ഇല്ല ഇല്ല, ഓക്കെയാണ്, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഓ തരൂ. സത്യമായിട്ടും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, എനിക്കൊരു എന്താ പറഞ്ഞ 10-13 വർഷമായിട്ട് അവളെ അറിയാം. അത്ര നാള് തൊട്ട് തന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആ സമയം തൊട്ട് തന്നെ ഞാൻ ഒരുപാട് അവളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്നിടത്തോളം സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഞങ്ങൾ ചിരിച്ചതിനെക്കാട്ടിലും കൂടുതൽ അവൾ എൻ്റെ അടുത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലോ കുഴിമന്തിക്കോ? അല്ലാതെ തന്നെ അവളുടെ ലൈഫിലെ ഓരോ ഇന്റിമേറ്റ് വിഷയങ്ങളെ വെച്ചിട്ട് അവൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ലൈക്ക് എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേസ്റ്റ് ഫേസിൽ കൂടെ കടന്നു പോണ സമയത്താണ് ഞങ്ങളുടെ ലൈഫിലോട്ട് എന്റെ ഇവളുടെ നമ്മുടെ എല്ലാ മാമീരെയും മാളുവിന്റെ ഒക്കെ ലൈഫിലോട്ട് അപ്പൂട്ടൻ കടന്നു. എനിക്ക് മുമ്പേ അതിന് മുന്നേ ഒരു 2-3 വർഷമായിട്ട് അപ്പൂട്ടിനെ അറിയായിരുന്നു. ഇത് ഭയങ്കര ഇമോഷണൽ, സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ പോലെ തന്നെയാണ് എനിക്ക് അവളുടെ ലൈഫ്. ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അശ്വതി ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവര് ഭയങ്കര ട്രൂലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാര്യം രണ്ടുപേരും ഒരുപാട് സാക്രിഫൈസസ് ചെയ്ത് ഒരുപാട് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂലി അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഭയങ്കര ഡിസേർവിംഗ് ആണ്. ബിക്കോസ് അപ്പൂട്ടിനായാലും ഞാൻ ഇപ്പം ഞാൻ എന്തെങ്കിലും വിഷമത്തില് മുമ്പൊക്കെ ഞാൻ എന്തെങ്കിലും വിഷമിച്ചിരുന്ന് കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഓടിപ്പോയി ഇവളുടെ വിളിക്കും, അല്ലെങ്കിൽ ഇവളെ എടുത്തോട്ട് പോകും. അപ്പൊ എനിക്ക് ആശ്വാസം കിട്ടും. പക്ഷെ ഇപ്പൊ അവൾ ഓടി എത്തണേക്കാട്ടിലും മുന്നേ എന്റെ അടുത്ത് എത്തണം. അപ്പോഴാണ് അവൻ വരും, എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ ഓക്കെ ആയി എന്ന് അറിഞ്ഞാൽ മാത്രമാണ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകണം. ഞാൻ ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ എണീറ്റ് പോകണം. അത്രയ്ക്ക് എന്നെ ആയാലും മാമി ആയാലും മാളുവിനെ ആയാലും അപ്പുവിനെ അബീനെ ഞങ്ങൾ ഭയങ്കര ബ്ലസ്ഡ് ആണ്. സീരിയസ്ലി അപ്പു ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നതിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. സീരിയസ്ലി
ഞാൻ ഒരുപാട് സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിനക്ക് വേണ്ടിട്ട്. ഞാൻ ഒരുപാട് നാള് കാത്തിരുന്നതാണ് ഇങ്ങനെ ഒരു എത്ര നീ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ദിവസം ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതാണ്. അതിങ്ങനെ വന്നപ്പോ നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്കൊരു ഹോം ആയിരിക്കണം കല്യാണം കഴിക്കാൻ പോണ ഒരാള്. അപ്പൊ ആ ഹോം വന്നപ്പോ അവക്ക് മാത്രമല്ല അവ ഹോം ആയത്, ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആയിരുന്നു. മാമിക്കായാലും മാളൂനായാലും അക്കുനും അവിക്കും എനിക്കും എല്ലാവർക്കും അവ ഹോമായി. ഞങ്ങൾക്ക് ഒരാള് കൂടെ ഫാമിലിയിൽ ആഡ് ഓൺ ആയ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയതാണ്. എന്താ പറയണേ, ഇത്രയൊക്കെ തന്നെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട്. എന്റെ ബ്രദറാണ് ഇത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ബ്ലെസ്ഡ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ for both of you, to have both of you in my life. ഈ 3 ദിവസം കുത്തിയിരുന്ന് എഴുതിയത് ഇങ്ങനെ കരയിപ്പിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയതെന്ന്. താങ്ക് യു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് പറയണമെന്ന്. ഇനി ഞാൻ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. രശ്മി നല്ലൊരു കയ്യിലോട് കേട്ടോ മീനാക്ഷി. എഴുതി അക്ഷരമല്ല, ഉള്ളിൽ നിന്ന് വന്നതാണ് കാര്യങ്ങൾ. ശരിക്കും നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാണ് ഏറ്റവും നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. സീരിയസ്ലി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെയാണ് പലരും. സോ ഹാപ്പി. മീനാക്ഷി സെറ്റല്ലേ? ഇവിടെ നേരത്തെ സ്റ്റേജിൽ കയറി അപ്പോഴും മീനാക്ഷി കയറി എനിക്കായിരുന്നു അവിടെ ഇരുന്നോട്ടോ. ഓക്കെ, ഫ്രം ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ കാർത്തികേട്ടനെ നമ്മൾ എങ്ങനെയാ കയ്യടിയുടെ കൂടെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം ഫോർ സ്പീച്ച് പ്ലീസ്. ഓക്കെ, ആദ്യം തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഗംഗയ്ക്കും അപ്പുവിനും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഹാപ്പി എൻഗേജ്മെന്റ് വിഷസ്. പുറകെ വരുന്നുണ്ട്. ഞാൻ ഗംഗ ആദ്യമായിട്ട് കാണുന്നത് നമ്മള് കോഴിക്കോട് എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോ ശരണ്യയുടെ കൂടെ ഒരു പെൺകുട്ടി കാണണം, കാലത്ത് നിന്നൊന്ന് പരിചയപ്പെടണം എന്നും പറഞ്ഞ ഒരു പെൺകുട്ടി വരികയാണ്. നമ്മൾ പയ്യന്മാരൊക്കെ അവിടെ ഇരുന്നപ്പോ എന്നും പറഞ്ഞാണ് എത്തിയത്. അതെ അതെ. ഞാൻ പെട്ടെന്ന് ആരുടെ നമ്മള് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്നു. പക്ക നമ്മുടെ ഒരു അയൽവക്കത്തെ കുട്ടി പോലെ ഒരു ഫീല്. എന്നിട്ട് നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആയപ്പോ നമ്മളെല്ലാം ഫംഗ്ഷന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഫംഗ്ഷന് പോകാനായിട്ട് ഇറങ്ങി എല്ലാവരും റെഡിയായി ഇറങ്ങുന്നു. ഗംഗയെ കാണുന്നില്ല. പെട്ടെന്ന് ശരണ്യ ഗംഗയുടെ റൂമിലോട്ട് പോകുന്നു. വാതിൽ തട്ടുന്നു. ഗംഗ വാതിൽ തുറക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അശ്വ ചേച്ചി സൈഡിൽ കൂടെ വരുന്നു. അയ്യോ ഗംഗ മോളെ എന്നും പറഞ്ഞ് അശ്വ ചേച്ചി വാതിൽ തട്ടുന്നു. ഗംഗ വീണ്ടും വാതിൽ തുറക്കുന്നില്ല. എല്ലാവർക്കും ടെൻഷൻ. ആ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു 100-90 പേര് ഒരു ജാഥ പോലെ അവളുടെ ഗംഗേ ഗംഗേ എന്നും പറഞ്ഞ വാതിലിന്റെ തട്ടുകയാണ്. ഗംഗയെ കാണാനില്ല. അവസാനം ഒരു അരമണിക്കൂർ കുട്ടിക്കഴിഞ്ഞ് വാതിൽ പൊളിക്കാനായിട്ട് ആൾക്കാരെയും കൊണ്ട് വന്നപ്പോ ഒരാള് ഞാളുമേ ഒലിപ്പിച്ച് മൂക്കും തുറന്ന് എഴുന്നേറ്റ് വരിക. വിളിച്ചോ ചേട്ടാ. അതാണ് ഞാൻ ഗംഗയെ ആദ്യത്തെ കാണുന്നതും ആദ്യത്തെ എന്റെ ഗംഗയുടെ ഒരു ഇംപ്രഷനും. ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൊച്ച്. അടിപൊളി. അങ്ങനെ ഞാൻ കൊള്ളാലോ, ഗംഗയെ കുറിച്ച് എന്താ നമുക്കൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ കയറി നോക്കിയപ്പോ വാക്സ് ബഡ്ഡി തേച്ച് മൂക്കിനകത്ത് കയറ്റുന്നു, ചെവി കയറ്റുന്നു, എന്നിട്ട് ഊരാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു വീഡിയോ. എന്നിട്ട് അത് വലിച്ചൂരാൻ നോക്കിയിട്ട് രോമം ഉൾപ്പെടെ ഊരി എടുത്തിട്ടിരിക്കുന്ന ഒരു ഗംഗയെ ഞാൻ കണ്ടു. അതെ, അതിനുശേഷം ഈ ചുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ ഇത് ഊരാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞൊരു ഗംഗയെ ഞാൻ കണ്ടു. അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ടപ്പോ ഭയങ്കര രസമുള്ള ഒരു കൊച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോ പിന്നെ അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് കണ്ടു. അവളുടെ വീട് കണ്ടു, അവളുടെ അമ്മയെ കണ്ടു, അവളുടെ അനിയത്തെ കണ്ടു, അവളുടെ പാസ്റ്റിൽ നടന്ന ട്രോമാസിനെ കുറിച്ച് ഒക്കെ അവള് നല്ല വിശദമായി പറയുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോ ഉള്ളിൽ എവിടെയോ എന്തോ ഒരു സ്നേഹം ആ കുട്ടിയോട് അറിയാതെ വരുന്നു. അതിനുശേഷം പതുക്കെ ഓരോരോ നമ്മുടെ ഗെറ്റ് ടുഗദറിനൊക്കെ ഗംഗ നമ്മുടെ കൂടെ വരുന്നു, കാര്യമാവുന്നു, കമ്പനി ആവുന്നു. അപ്പൊ എപ്പോ നോക്കിയാലും അവക്ക് ലൈഫില് ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ഗോൾസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോളിലോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതും ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. അവളുടെ സെലക്ഷനുകൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് വളരെ മികച്ച സെലക്ഷൻ ആയിരുന്നു മകളെ. അപ്പോ അതിന്റെ ഇതിൽ നമ്മൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇന്ന് അവള് ചൂസ് ചെയ്ത ഒരു പയ്യൻ അപ്പുവിന്റെ കൂടെ ഇരിക്കുമ്പോ എനിക്ക് എന്താണ് തോന്നുന്നത് അറിയാമോ? നമ്മൾ ലൈഫില് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ കഷ്ടപ്പെടും, ഒന്നുമില്ലായ്മയിൽ നിന്ന്. അതായത് ലിറ്ററലി ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തൊരിടത്ത് നിന്ന് അവൾ ഒരു വീട് വെച്ചു, അവൾ ഒരു കാറ് വാങ്ങിച്ചു,
അവൾ അവളുടെ അമ്മയും അനിയത്തിയും പൊന്നുപോലെ നോക്കുന്നു. അവള് അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഈ ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് അതെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ നേടിയെടുക്കും എന്ന് തെളിയിച്ച എന്റെ ഗംഗയാണ് ഇരിക്കുന്നത്. അപ്പോ ഇവളുടെ ഈ തീരുമാനത്തോട്, ഈ കല്യാണം എന്ന അടുത്ത വലിയ കടമ്പയോട്, മക്കളെ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിന്റെ അത്രയും അടുത്ത് ക്ലോസ് ആയിട്ടുള്ളവരാണ്, നിന്റെ കൂടെ തന്നെ കാണും എന്ന് നിനക്ക് 100% ഉറപ്പിക്കാം. കാരണം റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോരുത്തരുടെ മുഖത്തും കണ്ടു ആ സന്തോഷം, ഓരോരുത്തരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത് നിന്നെ അത്രത്തോളം അവരെല്ലാം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നേരുന്നു. അപ്പു അവളെ നല്ലോണം നോക്കണം കേട്ടോ. അതെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. അവൾ ഒരുപാട് ലൈഫില് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് എത്തിയ കുട്ടിയാണ്. നിന്റെ കൈകളിലേക്ക് ഞങ്ങൾ എല്ലാരും പിടിച്ചേൽപ്പിക്കുമ്പോ നീ അവളെ പൊന്നു പോലെ നോക്കണം. ഞങ്ങളെല്ലാം മോളാണ്. ഓക്കെ, അപ്പോ ബാങ്ക് വിളിച്ച് അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. ഒരു വലിയ കൈയ്യടി സുഹൃത്തുക്കളെ, ഇവർ തകർക്കും. എത്ര നല്ല വാക്കുകളല്ലേ, ഏറ്റവും മനോഹരമായിട്ട് ചേട്ടനകത്ത് പറഞ്ഞു. റിയലി ഹാപ്പി അല്ലേ? ലൈഫിൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ട ഇത്രയും നല്ല ആൾക്കാർ ചുറ്റും ഉള്ളപ്പോ വേറെ ഒന്നും. നേരത്തെ അശ്വി ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ്, നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നല്ല ബന്ധങ്ങൾ അത് നമ്മൾ പോയി എടുത്ത് ടോസറ്റ് എടുക്കാനോ നമുക്ക് പോയി നറുക്കിട്ടെടുക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് വന്നു ചേരുന്നതാണ്. സീരിയസ്ലി ഞാൻ ബ്ലെസ്ഡ് ആണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും എനിക്ക് അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണ്. നിങ്ങളുടെ അനുഗ്രഹമാണ് ഇന്നെൻ്റെ സന്തോഷം. ആൻഡ് താങ്ക് യു, ലവ് യു ഗൈസ്. ഉമ്മ. ഇതൊരു വലിയ വിനയാവുമെന്ന് എനിക്കറിയാം. അടുത്ത കല്യാണത്തിന് നിങ്ങൾ ടിഷ്യൂ പേപ്പർ കുറെ വിളിക്കണം. എന്റെ അമ്മ തൊഴുതുകൊണ്ടിരിക്കണം, എന്നെ വിളിക്കല്ലേ. വാമ്മ, ഒന്നുമില്ല അമ്മ, സത്യം പറഞ്ഞത് ഇങ്ങോട്ട് വരെ. അമ്മ വാമ്മ, 2 വാക്ക് സന്തോഷം. അല്ലേ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു അമ്മ കരയില്ലേ, നമുക്കൊന്നുമില്ല കരയില്ലേ, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിടിക്കും, ഇവിടെ ഇരിക്കും. എനിക്ക് മയക്കൊന്നും വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അതാണ് എന്റെ ധൈര്യം. സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അത് മതി, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. പിന്നെ കാർത്തിക്കും പിന്നെ അസിയും മീനാക്ഷിയൊക്കെ പറയാട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് സത്യമാണ്. നമുക്ക് ടിഷ്യൂകൾ കൂടുതൽ ആവശ്യം വരും. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പോട്ടമ്മ എല്ലാം സെറ്റ് ചെയ്ത് മേക്കപ്പ്. അപ്പനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. 10 പറയണ്ട അപ്പനെ കുറിച്ച്. ഒരു നല്ല മോനാണ്, അവന് നല്ലൊരു മനസ്സുണ്ട്. അവൻ്റെ നന്മ മാത്രമുള്ള ഒരു മനസ്സാണ് അവൻ്റെ മനസ്സ്. എൻ്റെ കൊച്ചിനെയും ഞങ്ങളെല്ലാവരും പൊന്നുപോലെ നോക്കാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. രാവിലെ എണീക്കില്ല, ഇപ്പൊ ഒന്നും പറയാനില്ല. അവളെ കുറിച്ച് ചുമ്മയാണ്. രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ അടിയായിരുന്നു. അല്ല, അങ്ങനെയല്ല മക്കളെ, എന്റെ മക്കൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എല്ലാം കുടുംബം ചുമ്മാ കഴിച്ച് എനിക്ക് എത്ര കഷ്ടപ്പാടുണ്ട്, എൻജോയ് ചെയ്തതൊക്കെ. ഓക്കെ, ചന്ദനമഴ അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വീട്ടിൽ പോയി തരാം. അപ്പുവിന്റെ സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കണ്ടേ നമുക്ക്? ചേച്ചി അങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരുമോ? ചേച്ചി ഓൺ ദ വേ ആണ്, വരൂ. യെസ്, എൻ്റെ വാവച്ചിക്ക് നല്ലൊരു ലൈഫ് കിട്ടണേൽ ഞാൻ ദൈവത്തിനോട് സന്തോഷമാണ്. ഇത് മതി, വേറെ വാവച്ചി അപ്പുവാണേ. ആ മോൻ തോന്നു സൂം ചെയ്യണം. വാവച്ചി, അത് അപ്പുവിനെ വീട്ടിൽ വാവച്ചി എന്നാണ് ചേച്ചി വിളിക്കണത്. ചേച്ചിയുടെ കുഞ്ഞനിയനാണേ. ഇവര് അടിച്ചു പൊളിക്കട്ടെ. ഓക്കെ, ഇനി മൂത്ത മോൻ അല്ലേ, അമ്മയുടെ സന്ധ്യമ്മയുടെ മൂത്ത മോനാണ് നേരത്തെ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയത്. മൂത്ത മോൻ കുട്ടായിരിക്കും. അതെ, അതൊന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മയുടെ മൂത്തവനായിരിക്കും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കര പ്രൗഡാണ് ഗ്ലാമിനെ. ഞാൻ ഗ്ലാമിയെ കാണുന്ന ആ കാലം, ഞങ്ങൾ പരിചയമാവുന്നതിന് മുമ്പോട്ട് ഞാൻ അവളുടെ വീഡിയോസ് കാണുന്നത്. അത് കാർത്തി വഴിയാണ് കണ്ടു തുടങ്ങിയത്. കാർത്തിയുടെ ബ്ലോഗിൽ ഒരു സ്പെഷ്യൽ എൻട്രി ആയിട്ട് വന്ന് അന്ന് തൊട്ട് അവളെ ഫുള്ളി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവളെ വീഡിയോസ് കാരണം കാർത്തി പറഞ്ഞ പോലെ പല വീഡിയോസ് ഉണ്ട്. അവളുടെ അപ്സും ഡൗൺസും എല്ലാം നമ്മളെല്ലാം വിറ്റ്നസ് ചെയ്താണ്. മേ ബി ഞാനായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും, ഞാൻ എന്റെ ഫാമിലി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവളുടെ അടുത്തേക്ക് ഇപ്പോൾ ഉള്ളതിൽ എത്തിയിട്ടുള്ള ഒരാൾക്കാർ. എല്ലാത്തിനും ടൈം ആണെന്ന് പറഞ്ഞ പോലെ
ഇന്ന് അവളുടെ ദിവസമാണ്. ആൻഡ് അവളെ പോലെ തന്നെ ആക്ച്വലി ആ വീട്ടിൽ 2 അയൺ ലേഡീസ് കൂടി ഉണ്ട്, അമ്മയും അനിയത്തിയും. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ഇവര് 3 പേരും. ലൈക്ക് ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. ഞാൻ എന്റെ അമ്മ എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മ തന്നെയാണത്. അത് ഞാൻ വെറുതെ ഇന്നും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചോണം, അമ്മയുടെ ഒരു മൂത്ത. അത് ഞാൻ സീരിയസ്ലി ജെന്യൂൻ ആയിട്ട് പറയണം. അവളോടും പറഞ്ഞു അവളുടെ ഒരു മൂത്ത ചേട്ടനായിട്ട് എന്നും കാണുമെന്ന്. അതുപോലെ അമ്മ പറഞ്ഞായിരുന്നു അപ്പു അവരെ എല്ലാരും നന്നായിട്ട് നോക്കുന്നു. ആ ഒരു വിശ്വാസമാണ് നീ കീപ്പ് ചെയ്യേണ്ടത്. ആ ഒരു വേർഡ് എന്നും നീ കീപ്പ് ചെയ്യുക. അത് കീപ്പ് ചെയ്യുന്ന വിശ്വാസം എനിക്കും ഉണ്ട്. നിന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ഉണ്ടായിരിക്കാം, മേ ബി നമുക്കിപ്പോ കാണുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലായിടത്തും. പക്ഷെ പ്രൂവ് ദം റോങ്, അത്ര എനിക്ക് പറയാനുള്ളൂ. നിന്റെ തല ഉയർത്തിപ്പിടിക്കുക, നന്നായിട്ട് നോക്കുക, നല്ലൊരു കിടിലൻ ലൈഫ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഈ പുച്ഛിക്കുന്നവർക്ക് എല്ലാവർക്കും. നിന്നെ വിശ്വസിക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു ലൈഫ് നീ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ 2 പേരും ഹാപ്പി ആയിട്ട് എന്നും ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ, ഇതൊരു തുടക്കമാണ്. ഇനി കല്യാണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോ 2 പേർക്കും ഓൾ ദ ബെസ്റ്റ്, അടിച്ചു പോയില്ല, അത്രേ പറയാനുള്ളൂ. എന്തിനും ഏത് നട്ടപ്പായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, നിങ്ങളുടെ ഫാമിലി ആർക്കും വിളിക്കാം, ഞങ്ങൾ ഉണ്ടാവും. ഞാനും എന്റെ ഫാമിലി ഫുൾ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇനി അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്ന ആള് ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഗോപിക, എയർ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ എന്ന് പരിചയപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഗോപികയെ വിളിക്കുന്നു. പഠിച്ച ജോലി, ഗോപിക വന്നപ്പോഴേ പറഞ്ഞു നമ്മൾ ആരും പഠിച്ച ജോലിയല്ല ചെയ്യുന്നത്, നമ്മളൊക്കെ കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ആരും പഠിച്ച ഫീൽഡിലേക്ക് പോയിട്ടില്ല. അപ്പം എന്താണ് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, കോളേജിലെ കാര്യങ്ങളും എല്ലാം ഇതിനെ കുറിച്ച് കുറെ പറയാനുണ്ടായിരിക്കും. അതെല്ലാം ഇപ്പൊ പറഞ്ഞത് ഒരുപാടൊന്നും പറയണ്ട, നമുക്ക് നല്ലതിനല്ല. Good evening, ladies and gentlemen, boys and girls. എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള ഗോപിക അറിഞ്ഞൂടാ. എന്ത് റെഡി എന്ന് ചോദിക്കണം എന്റെ ഗോപിക എനിക്കറിയാവൂ. എന്നെ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ ഗംഗയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ പേര് ഗോപിക. എന്നെ ഒരു അൺപെയ്ഡ് തെറാപ്പിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എമർജൻസി കോൺടാക്ടർ ആയിട്ടോ പറയാം. കാരണം നമ്മുടെ 3 പേരെ കൂട്ടത്തില് കുറച്ചെങ്കിലും ബോൾഡായിട്ടുള്ള ഒരാൾ ഞാനാണ്. ഞാൻ കരയത്തില്ല. ഇവിടെ വന്നപ്പോ കാണാം ബാക്കി എല്ലാവരും കരഞ്ഞാലും ഞാൻ കരയത്തില്ല. സോ ഇന്ന് ഗംഗയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഗംഗയുടെ കാര്യത്തില്. ഞാൻ ഇത്രയും ഇന്റർനാഷണൽ ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്റെ ഫ്രണ്ട്സ് പറയും ഗാമി ഗംഗയുടെ ഫ്രണ്ട് ആണല്ലേ, ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ്. അവളുടെ എല്ലാ സീസൺസും ഞാൻ കണ്ടിട്ടുള്ളത്. അവള് കരഞ്ഞിട്ടിരിക്കണത്, സന്തോഷിച്ചിരിക്കണത്, ദേഷ്യപ്പെട്ടിരിക്കണത് എല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കേട്ടോണ്ടിരിക്കും. മീനാക്ഷി ഭയങ്കര ഇമോഷണൽ ആണ്, അവള് പെട്ടെന്ന് കരയും. ഞാനിങ്ങനെ ഓക്കെ നീ എന്താ പറയണേ എല്ലാം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ഒരു ലിസണറാണ്. എനിക്ക് ആ ഒരു എബിലിറ്റി ദൈവം തന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവളുടെ കാര്യങ്ങൾ കേൾക്കാനായിരിക്കും എന്നെ അങ്ങനെ ആക്കിയത്. പിന്നെ കാരണം എനിക്ക് ഒരുപാട് പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയട്ടെ, എന്റെ ഈ തുടക്കം, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഗ്ലാമി ഗംഗ എന്നുള്ള പേര് സെറ്റ് ചെയ്തെന്ന് ഗോപികയാണ്. ഞാനും ഗോപികയും കൂടെ ഉള്ള ഒരു കോളിലാണ് നമ്മൾ ഈ പേര് സെറ്റ് ചെയ്തെടുത്തത്. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്ലോഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ട് എന്റെ മൂശേട്ട അനിയത്തിയുടെ എന്റെ അനിയത്തിക്ക് ഒരു ഫോൺ ഉണ്ട്. എന്റെ ഫോണിൽ ക്യാമറ ഇല്ല. അപ്പൊ അനിയത്തിക്ക് പഠിക്കണം, എപ്പോഴും ഇങ്ങനെ പഠിച്ചിരിക്കണം, എന്തൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവളെ ഫോണില് ആണ് മറ്റേ കോവിഡ് വന്ന സമയത്ത് ഫോണിലെ നോട്ട്സ് ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അവള് ഫോൺ തരൂല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അവള് പഠിക്കാത്ത സമയത്ത് ഒരു അരമണിക്കൂറിന് അതിൽ ഞാൻ പോയി വീഡിയോ എടുത്ത് ഞാൻ കാര്യമൊന്നും എനിക്ക് പറ്റണല്ലോടി, എനിക്ക് ഇവരാരും സഹകരണം ഇല്ലാന്ന് വെച്ചാൽ അവള് പറഞ്ഞ് നിർത്തരുത്, തളരരുത് രാമകുട്ടി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയത് ഗോപിയാണ്. താങ്ക് യു. നമ്മളിങ്ങനെ ഒരുപാട് പേര് കാണും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്നും വീണ് പോരുന്നത്, എപ്പോഴും മുന്നോട്ട് വരണം. അവൾക്ക് ആ ഒരു കഴിവുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ആളായിരുന്നു. പിന്നെ അവളെ പറ്റി പറയുകയാണെങ്കിൽ അവൾക്ക് പല കാര്യങ്ങളും ഡിസേർവ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങൾ അത് ഞാൻ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിനക്കിത് ചേരുന്നതല്ല എന്ന് ഞാൻ മുഖത്തോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൂന്റെ കാര്യത്തിൽ വെൽ ഡിസേർവ്ഡ് എന്ന് എനിക്ക് അതിൽ കൂടെ ഒരു വാക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ 2 പേരും തമ്മിൽ ഡിസേർവിങ് ആണ്. കാരണം ഒരാളുടെ പേര് പറയാനോ മറ്റൊരാളുടെ പേര് വേണോ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. 2 പേരും നല്ല ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഗംഗ ആ ടൈമിൽ ബാക്കിലോട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഓപ്പോസിറ്റിക്ക് നാളെ അതൊന്നും മനസ്സിലാക്കാത്തൊരു വ്യക്തിയായിട്ടും പലരെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരാളെ മാത്രമായിട്ട് നല്ല പലരെയും. കാരണം ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ലിസണറായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഇത്ര പൊട്ടിയായിരുന്നു. കാരണം നമുക്കൊക്കെ ഉപദേശം പറയുന്ന അവള് ഇത്ര മന്ദബുദ്ധിയായിരുന്നു. ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിന്റെ ലൈഫ് സംഭവിച്ചു, നീ നിന്ന് കൊടുത്തു
കൊടുത്തോ ഇതിനൊക്കെ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നീ എന്തിനു നിന്ന് കൊടുത്തു ഇതിനൊക്കെ? നീ എത്ര മന്ദബുദ്ധിയായിരുന്നു ഗംഗ, നീ നമുക്ക് എത്രയും ഉപദേശം തന്നിട്ട് നീ ഇങ്ങനെ മന്ദബുദ്ധിയായി പോയല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ദൈവം ചിലപ്പം ഇങ്ങനെ ഓക്കെ, നമുക്ക് എപ്പോഴും പറയില്ല എല്ലാത്തിനും അവസാനം കൊടുക്കാനായിരിക്കും ദൈവം വെച്ചേക്കണം. അങ്ങനെ കൊടുത്തതിനാണ് അപ്പു റെഡിയാണോ അവളുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുക്കാനും ഒക്കെ അപ്പോ മൈ ഹാർട്ട്ഫുൾ വിഷസ്. താങ്ക് യു. വല്ലാണ്ട് അത് പ്രത്യേകിച്ച് ഒരു സീറ്റ് കൊടുത്ത് അവിടെ ഇരുത്തണം. ഇത്ര നേരം സംസാരിച്ച മൂവിക്കല്ലേ വല്ലാണ്ട് സ്റ്റാൻഡേർഡ് ആയി പോയല്ലേ, കുറച്ചതിനെ കൂടി പോയോ? കുഴപ്പമില്ല, അതുകൊണ്ട് താങ്ക് യു കേട്ടോ. ഇനി അടുത്ത ശരണ്യ. ഹലോ. ഹലോ. ഇല്ല ഇല്ല. വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയതില്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ടിനെ കിട്ടണ ഒന്നില്ലെങ്കിൽ നിറയെ വർത്താനം പറഞ്ഞോണ്ട് അല്ലെങ്കിൽ അലമ്പാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടാറ് കേട്ടോ. ഇവളതുപോലെ തന്നെ എന്നെ കുരുത്തക്കേട്ടില് ചാടിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇവള് എന്റെ ഫ്രണ്ട് ആയേക്കണേ. ഫസ്റ്റ് ദിവസം ഇവളെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ എന്തൊരു മണോടി നിനക്ക്, എനിക്ക് എന്തോ തോന്നണം നിന്നോട്. ഞാൻ വിചാരിച്ചു ഇവള് വേറെന്തെങ്കിലും ആണോ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം. അതുപോലെ അന്നത്തെ ദിവസം നീ ഓർക്കണ്ടോ, ഇവളുടെ കൂടെയാണ് അന്ന് ഫസ്റ്റ് ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഇവള് രാവിലെ ഡോറും ലോക്ക് ചെയ്ത് റിസപ്ഷനിൽ കൊണ്ട കൊടുത്തിട്ട് പോയി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുവാട്ടോ. ഡയറക്റ്റ് വന്ന അവിടുത്തെ ഹൗസ് കീപ്പിങ്ങിന്റെ ആൾക്കാർ തുറന്നപ്പോ ഞാൻ അവിടെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങാ. അങ്ങനെ ഇവളെ എന്നെ കൊണ്ട് കുഴിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളവിടെ കിടക്കുന്നുണ്ടെന്ന്. ഇതാ സെയിം ഡേ ആട്ടോ. കാർത്തി പറഞ്ഞില്ലേ ഗംഗെന്നും പറഞ്ഞ് വാതലില് മുട്ടിയ സെയിം ഡേ ആണ് ഈ കാര്യം സംഭവിക്കണേ. ഇങ്ങനെയൊക്കെയാണ് ഇവൾ എന്റെ അപ്രതീക്ഷിതമായിട്ട് എന്റെ ലൈഫിലേക്ക് വന്ന ഒരാളാട്ടോ ഗംഗ. സീരിയസ്ലി ഇപ്പൊ കാണുന്ന ഈ ഒരു ലക്ഷറിയും കാര്യങ്ങളും എല്ലാം ഇവള് ഡിസേർവിംഗ് ആണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സീരിയസ്ലി ഞാൻ അവിടെ മാസത്തിൽ ഒരു വീഡിയോ ഇടാൻ നേരത്തെ ഇവളവിടെ 10 വീഡിയോ ഇടുന്നുണ്ടോ. ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചിട്ടി റോബോട്ട് അശ്വിൻ ചേച്ചി, അതെ ഇവർ രണ്ടുപേരും യൂട്യൂബിലെ വീഡിയോസ് ഇടുന്ന കാര്യത്തില് ചിട്ടി റോബോട്ട്സ് ആണ്. ഇവളും അതെ അതുപോലെ തന്നെയാ. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളില്. ഹാർഡ് വർക്കിംഗ് ആണ് ഗംഗ, ഡിസേർവിംഗ് ആണ് ഗംഗ നീ ലൈഫ് എല്ലാം. ഈ വാവച്ച് നിന്നെ നോക്കട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നോക്കൂലേ നീ? നോക്കും, പ്രോമിസ്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കുറെ കാലം കളിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ ജീവിക്കുക, തകർക്ക് പിള്ളേരെ ലൈഫ്. ഒരു ലൈഫേ ഉള്ളു, നിങ്ങൾ അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ഫോർ യു. കൊച്ചാണോ നന്ദു? ട്രോഫി അല്ലല്ല അവരൊന്നിച്ച് വരത്തുള്ളൂ, നമുക്ക് ഒന്നിച്ച് തന്നെ വിളിക്കാം. ഹലോ. സുഖാണ്. നമ്മൾ ഒരു ഏകദേശം 4 വർഷം ആവൂലേ ചേച്ചി? 4 കൂടും 22. 22-ലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടണം. പക്ഷേ അതിന് ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്റെ ജൂനിയർ ആയിരുന്നു എന്റെ കോളേജില്. ഞാനും ഗോപികയും അന്ന് ഞങ്ങൾ ഇങ്ങനത്തെ പാഷൻ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളൊരു ഉണ്ട പൊട്ടും വെച്ച് പോകുമായിരുന്നു. പക്ഷെ എനിക്ക് പാർവതി ചേച്ചി അറിയായിരുന്നു. ബിക്കോസ് മാത്സില് ബ്യൂട്ടി ആയിരുന്നു, ഭയങ്കര ചന്തമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ ഗോപികയെ? അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. പക്ഷെ എനിക്ക് ആദ്യം ഗംഗയെ അറിയാന്നുള്ളത് ഗംഗ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ തുടങ്ങണം എന്ന് എന്നോട് എന്റെ അനിയൻ വന്ന് ചോദിച്ചത് ഗംഗ വിളിച്ചിട്ടാണെന്ന് വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗംഗയെ കേൾക്കുന്നത്. ആ സമയത്ത് ഗംഗയുടെ ചാനലിന്റെ പേര് ലെറ്റ്സ് ഗെറ്റ് സം പൊട്ടി വിത്ത് ഗംഗ. കൈയടിക്കൂ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗംഗയെ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ കൂടെ പഠിച്ചിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിനുശേഷം ഞാനൊന്ന് പ്രൊഫഷണൽ ആയിട്ട് സർട്ടിഫൈ ചെയ്ത മേക്കപ്പ് പഠിക്കാനായിട്ട് പോയത്. ഞാനും പോയി. അവിടെ ഗംഗ എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ കണ്ടു. ഫസ്റ്റ് ഇംപ്രഷൻ ഓടിച്ചാടിയൊക്കെ വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാള് കയറി വന്ന് നമ്മുടെ രമ്യ മാമിന്റെ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് കയറി വന്നത്. ഭയങ്കര രസമായിരുന്നു കാണാൻ. വലിയ കമ്പിയൊക്കെ ഇട്ടിട്ടാണ് ആൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. 5 വർഷമായിട്ട് കമ്പിയാണ്. അതെ. അപ്പൊ ആ സമയത്ത് രമ്യ മാം ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സ്കിൻ കെയർ എന്താണ് അറിയോ? എന്താണ് സ്കിൻ കെയർ? ഒരാളെ എണീറ്റ് നിന്നിട്ട് ഒരു ലോങ് പ്രസംഗം നടത്തി 10 സ്റ്റെപ്പ്. ഞാൻ ആ സമയത്ത് 10 സ്റ്റെപ്പ് കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുമായിരുന്നു. ഇതിപ്പോഴൊന്നുമല്ല, ആ സമയത്ത്, ആ തുടക്ക സമയത്ത്. അപ്പൊ അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി പിന്നെ കണ്ട് നമ്മൾ വളരെ ക്ലോസ് ആയി.
ക്ലോസ് ആയ സമയത്ത് ആള് ഒരുപാട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെയധികം എക്സ്ട്രോവേർട്ടാണ്. അതേസമയം സംസാരിച്ച് തുടങ്ങിയാൽ ഞാൻ ഒരു ആംബിവേർട്ടാണ്, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ഈ കുട്ടി കണ്ട നിമിഷം മുതൽ സംസാരിക്കാൻ തുടങ്ങിയത് ഇതുവരെ വാങ്ങിച്ചു. പേഴ്സണൽ കാര്യമായാലും എല്ലാം വളരെ ഓപ്പൺ ആയിട്ട്, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളെ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന ഒരു ആളാണ് ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ഗംഗയെ അറിഞ്ഞത്. ആ ഗംഗ എന്താണ്, ഗംഗയുടെ അമ്മ എന്താണ്, അനിയത്തി എന്താണ്, ആ ഫാമിലി എന്താണെന്നുള്ളത്. അതിനുശേഷം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്നെ പറഞ്ഞോട്ട് ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആളുടെ ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അതൊക്കെ നമ്മൾ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യും എന്ന് ഞാൻ ചേട്ടനോട് ജനറലി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേട്ടൻ അങ്ങനെ ഗംഗ അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരിക്കലാണ് ഗംഗയെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിച്ചേർന്ന്. അന്ന് മുതല് അനിയത്തി എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയതാണ് ഇപ്പോഴും. സോ ഹാപ്പി ഫോർ ഹർ, സോ ഹാപ്പി. ടേക്ക് കെയർ ഓഫ് ഹർ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യുക. ഇപ്പൊ കാണുന്ന പോലെയല്ല മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. എല്ലാ ദിവസവും ഇതൊന്നും ആയിരിക്കില്ല, എല്ലാം ഉണ്ടാവും. അടി ഉണ്ടാവും, വഴക്കുണ്ടാവും. ആ സമയത്തെല്ലാം കരഞ്ഞു മാറി നിന്നാലും കൂടെ പോയി വിളിച്ചു നിർത്തണം. അന്ന് അയ്യോ വേണ്ട എന്ന് തോന്നരുത്. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ലൈഫ് ലോങ്, ഫോർ എവർ. ഓക്കെ, സ്റ്റേ ഹാപ്പി. താങ്ക് യു. മൈക്കോട് അവിടെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതായിരിക്കും പറയും. ഞാൻ കഷ്ടപ്പെട്ട് പാർവതിക്ക് ലൈഫ് പഠിപ്പിച്ചു കൊടുത്തത്, അതിന്റെ എക്സ്പീരിയൻസ് ആണ് അവൾ ഷെയർ ചെയ്തത്. അതെ അപ്പം ചെറിയ ലൈഫല്ല, വലിയ ലൈഫ്. ഈ പറഞ്ഞ കണക്ക് എന്നെ പാർവതി പഠിച്ചോണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊന്ന് പറയും, ചേട്ടാ എൻ്റെ കൂടെ ഒരു ഗംഗ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഗംഗ അങ്ങനെയാണ്, ഗംഗ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ പറഞ്ഞില്ല. മനുഷ്യർ ഇങ്ങനെയാണ്, കഷ്ടപ്പാടുണ്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ഞാനങ്ങ് പറഞ്ഞങ്ങ് പോവായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കാർത്തിക് ഞങ്ങളെല്ലാവരും കൂടെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ട്രിവാൻഡ്രം വരുന്ന ഒരു സമയത്താണ് ഗംഗ ആദ്യമായിട്ട്. അതിൽ ബാക്കി എല്ലാവരും ഉറങ്ങി, ഞാനും ഗംഗയും മാത്രം സംസാരിച്ച് വരുന്നുണ്ട്. 4-5 വണ്ടിക്കകത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനും ഗംഗയും മാത്രം സംസാരിച്ച് എന്താ പറയട്ടെ, എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വന്ന് ഗംഗയുടെ സ്റ്റോറി എല്ലാം പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തൊട്ട് പാർവതി ഗംഗയെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് തിരിച്ച് ഞാൻ പറയാൻ തുടങ്ങി. ആക്ച്വലി ഗംഗയുടെ ലൈഫിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി അങ്ങോട്ട് പോകും തോറും എന്താ പറയട്ടെ, ഒരു നമുക്ക് അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. ഏതൊരു ടൈമാണെങ്കിലും ഒരിക്കലും അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ഒരുപാട് പേരുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ലൈഫ് ഒരു നല്ലൊരു സ്റ്റേജ് എത്തി കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു ബുക്ക് എഴുതണമെന്ന് എൻ്റെ ഒരു ഭയങ്കരതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പലർക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പോലും കിട്ടത്തില്ല. കഷ്ടപ്പാട് കിട്ടിയോണ്ടാണ് നിനക്ക് ഇങ്ങനെ ഉയർന്നു വരാൻ പറ്റിയ കേട്ടോ. അതില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവൂലേ. അതുകൊണ്ട് അതൊക്കെ ഒരു സ്റ്റോറി ആയിട്ട് നീ ഒരു ബുക്കൊക്കെ എഴുതി കിടിലാവണം. ഓക്കെ, അത്രേ ഉള്ളൂ. നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ. കാണുന്ന പോലെയല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. ആ ഒരു കാര്യം കൂടെ പറയണം. ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ലോങ് ആയി പോയെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് പറയണം, ബസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആള് വന്നിട്ട് 2 ചാട്ടം. ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വന്നത്. എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. എന്നെ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ തന്നെ ഞാൻ ഓക്കെ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് ഞാൻ ആലോചിക്കുള്ളൂ. പക്ഷെ ആള് ഭയങ്കര ബോൾഡ് ആയിട്ട് വന്നിട്ട് ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ബോൾഡ് ആയിട്ട് നിൽക്കുന്നത് ആള് സീരിയസ്ലി വെരി ഇൻസ്പയറിംഗ് ഗേൾ, വെരി സ്ട്രോങ് ഗേൾ. സ്റ്റേ സ്ട്രോങ്. ഓക്കെ, താങ്ക് യു. തിരിച്ചു വന്നില്ല. നിഷ ചേച്ചി വരുന്നില്ലേ? നിഷ ചേച്ചിയാണ് നമ്മുടെ ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ ഒക്കെ കോസ്റ്റ്യൂം ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് അവരെ മീനാക്ഷിയും ഗോപികയും ഗൗരിയും അനാമികയും ഒക്കെ അടിപൊളി ലുക്കിൽ എത്തിച്ചത് നിഷ ചേച്ചിയാണ്. വരും ഇനി നിഷ ചേച്ചിയെ കുറിച്ച് എനിക്ക് പറയണം. എനിക്ക് അറിഞ്ഞുകൂടാതെ എൻ്റെ അമ്മയെ പോലെയാണ് നിഷ ചേച്ചി എനിക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം
എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി, എനിക്കൊന്ന് കരഞ്ഞാൽ മതി. ഞാനൊരു ഇൻസിഡന്റ് എനിക്കുണ്ടായത്, ഞാൻ പോയി ഛർദ്ദിച്ച്. കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റോട്ടിൽ ഛർദ്ദിച്ച്. ഞാൻ നിശ്ചയിച്ച് ചോദിച്ചു അവിടെ ഉണ്ടായി, എനിക്കൊന്ന് കാണണം. ഞാൻ അവിടെ പോയിരുന്ന് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അമ്മാതിരി കരച്ചിലായിരുന്നു. അന്ന് എന്നെ ടേക്ക് കെയർ ചെയ്തതിന് താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് എന്ന് ചേച്ചിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ കരയുന്നതിന് നിനക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ നിനക്ക് നിന്റെ ലൈഫിലുണ്ടാവും ചേച്ചി. ആ ഡിസേർവ് ചെയ്ത് എനിക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു ചേച്ചി. ഒരുപാട് സന്തോഷം. എന്താ മോനെ കിട്ടി നമുക്ക്. എന്താ പറയാ, നമ്മളെ ഗംഗയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് ഡിസേർവ് ചെയ്തൊരു കുട്ടിയാണ്. ഇല്ലേ, നിങ്ങൾ ഗംഗ കുട്ടിയെ നല്ല സന്തോഷത്തോടെ കൂടി നോക്കുക. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന കുട്ടിയാണ്. അപ്പൊ എല്ലാം നന്നായിട്ട് നോക്കുക. അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. നമ്മുടെ കുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ, മീനുവിന്റെ കാര്യം. എല്ലാവരും ഒരുപാട് സന്തോഷം. എന്നുവെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും റോൾ മോഡലാണ് ഗംഗ. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ താഴെ നിന്ന് മുന്നോട്ട് വരാനായിട്ട് കാണിച്ച ഒരു പക്വത. അത് എല്ലാ കുട്ടികൾക്കും കിട്ടത്തില്ല. നേരത്തെ ആരോ പറഞ്ഞതുപോലെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന, അതുകൊണ്ട് അവർക്ക് ഇത്രയും ഡിസേർവ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഒരുപാട് പ്രൗഡാണ്. ഇനി മുന്നോട്ട് പോട്ടെ. അപ്പൊ ഞങ്ങളുടെ കുട്ടിയെ നന്നായി സന്തോഷത്തോടു കൂടി നോക്കുക. അതുപോലെ അമ്മയും അനിയത്തി, നമ്മുടെ മീനിക്കുട്ടിയുണ്ട്, എല്ലാവരെയും നന്നായിട്ട് നോക്കുക. ഓക്കെ. അതേപോലെ അച്ഛ, അമ്മ, ചേച്ചി, അമ്മുമ്മ, നിങ്ങളെ ഞാൻ അടിപൊളിയായിട്ട് തന്നെ നോക്കും. അവരെ മാത്രമല്ല, എനിക്ക് അവരെ എടുത്ത് പറയണം. എന്നെ ഇരു കൈയും നീട്ടി ഞാൻ എന്താണോ, എനിക്കൊരു ആശ്പോഷ് വേണ്ട. ഞാൻ വളരെ സാധാരണക്കാരിയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നേ ഉള്ളൂ, ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ സാധാരണ, എൻ്റെ ഫാമിലി ആയാലും എല്ലാം സാധാരണക്കാരിയാണ് ഞാൻ. അപ്പം എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഫാമിലിയാണ് അവർ. എന്നെ ചേർത്ത് പിടിച്ചവരാണ് അവർ. ആൻഡ് താങ്ക് യു സോ മച്ച്. ലവ് യു. പിന്നെ അച്ഛൻ, ഞാൻ വല്ലപ്പോഴൊരിക്കൽ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെന്ന ഉടനെ എനിക്കൊരു കവറൊക്കെ എടുത്ത് അവിടെ ഇരിക്കുന്ന എല്ലാം പറക്കിക്കെട്ടും. തേങ്ങ, പേരയ്ക്ക, അവിടെ ഉള്ള എല്ലാ സാധനവും, അവിടെ കരിവാട് വരെ, അതായത് ഉണക്കമീൻ, അത് വരെ അച്ഛൻ എനിക്ക് എല്ലാം വാരത്തരും. അച്ഛാ താങ്ക് യു. അച്ഛൻ ഇവിടെ എല്ലാം ഒളിച്ചു നിൽക്കുകയാണ്, സംസാരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഉണ്ടാവും അച്ഛ ഓടി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇനി ആരും സംസാരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു.